സാറേ എനിക്കറിയാം ഈ പബ്ലിക് എക്സാമിന് വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഈ പബ്ലിക് എക്സാം +1 മാർക്ക് +2 കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്റെ ഫൈനൽ റിസൾട്ട് വരുന്നതെന്ന്. എന്നിട്ടും എനിക്ക് മര്യാദയ്ക്ക് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ആത്മാർത്ഥമായിട്ട് സാറേ നല്ല മാർക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാഗ്രഹിക്കുന്ന +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ ആദ്യം നിരീക്ഷിക്കുക. കൊമേഴ്സ് ആണെങ്കിൽ ഇതാണ് ടൈം ടേബിൾ, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഇതാണ് ടൈം ടേബിൾ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫെബ്രുവരി 17 നിങ്ങളുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 17 ആ ഡേറ്റ് വരെ നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടടാ അല്ലെ? വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യത്തെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. മോഡൽ എക്സാം കഴിയുന്നത് ഫെബ്രുവരി 21 ഹ്യൂമാനിറ്റീസിനാണെങ്കിലും കൊമേഴ്സിനാണെങ്കിലും 21 കഴിയുന്നത്. അതിനുശേഷം നിങ്ങളുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊമേഴ്സിന് മാർച്ച് 5, ഹ്യൂമാനിറ്റീസിനും മാർച്ച് 5 തന്നെ. മാർച്ച് 5 വരെയുള്ള ഒരു ഗ്യാപ്പ്, അതായത് ഫെബ്രുവരി 21 മുതൽ മാർച്ച് 5 വരെയുള്ള ഒരു 2 ആഴ്ചത്തോളം ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പം ഇത്രയും സാധനങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെയുള്ളത് എക്സാമിന്റെ ചില തലേ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ. ഈ ഒരു രീതിയിൽ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സാറേ ഞാൻ പഠിച്ചാൽ എനിക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുമോ? ഈ കുറച്ച് ദിവസം കൊണ്ട് ഫുൾ A+, ഫുൾ മാർക്ക്, ഡബിൾ പാസ് ഇതൊക്കെ എനിക്ക് നേടാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്നതോട് എനിക്ക് ഒരൊറ്റ ഉത്തരവേ പറയാനുള്ളൂ. അനുഭവങ്ങളുടെ വെളിച്ചത്തിലും കൂടി പറയാ, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് നേടാൻ പറ്റും, മാർക്ക് നേടാൻ പറ്റും. അതിൽ വ്യത്യാസമൊന്നുമില്ല. സോ ഇതിലെങ്ങനെ പ്ലാൻ ചെയ്യാം? ഇതിൽ പ്ലാൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി പഠിച്ചിരിക്കണം. മിനിമം ഒരു 2 ചാപ്റ്റർ എങ്കിലും ഒരു ദിവസം വെച്ച് പഠിക്കണം. മോഡൽ എക്സാമിന്റെ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റില്ല. ആ ദിവസങ്ങളിൽ പോയി എക്സാം എഴുതേണ്ടി വരും. അതിനുശേഷം മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ആ ഗ്യാപ്പിലും നിങ്ങൾ കൃത്യമായി മിനിമം 2 ചാപ്റ്റേഴ്സ് വെച്ചെങ്കിലും പഠിക്കണം. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്കും കൃത്യമായി റിവിഷൻ അടക്കം ചെയ്തുകൊണ്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ അതിന് കൃത്യമായി പ്ലാൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ എപ്പോഴും കൂടെ നിൽക്കുന്ന എജുപോർട്ട് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും എല്ലാവർക്കും വേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിന്റെ പേരാണ് ക്രാഷ് ബാച്ച് എൻഡ് ഗെയിം ആണ്. ഓക്കെ, നിങ്ങളുടെ അവസാന ചാൻസ് ആണ്, ലാസ്റ്റ് ബാച്ച് ആണ്. അപ്പം ഈ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ് ലഭിക്കും. റെക്കോർഡഡ് ഉണ്ട്, ഓൾറെഡി ആപ്പിൽ റെക്കോർഡ് ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് കയറി നോക്കാൻ വേണ്ടിയിട്ട് ലൈവുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഡെയിലി ക്ലാസ്സസ്, യൂണിറ്റ് വൈസ് എക്സാംസ് നടത്തുന്നു, ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ ആപ്പിൽ തന്നെ AI ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ട് മെന്റർഷിപ്പ് ഉണ്ടാകും. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിട്ട് മെന്റർഷിപ്പ് ഉണ്ടാകും. സബ്ജക്ട് വൈസ് ക്ലബ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ക്ലബിലെ ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. ഓക്കെ, 1799 രൂപയ്ക്കാണ് ആദ്യത്തെ 1000 സ്റ്റുഡൻസിന് ഈ ബാച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. സോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഫെബ്രുവരി 3 ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫെബ്രുവരി 3 കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രീ റെക്കോർഡായിട്ട് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ആപ്പിൽ കിട്ടും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അപ്പം മുതൽ സുഖമായിട്ട് എന്ത് ചെയ്യാം, ആപ്പിൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ നിങ്ങൾ ഒട്ടും വൈകിട്ടില്ല. ഇനി പഠിച്ചാലും നിങ്ങൾ അർഹിക്കുന്ന മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഒരു ക്രിക്കറ്റ് കളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യമൊക്കെ മുട്ടി പയ്യെ പോകില്ലേ? എന്നാൽ മേജർ ആയിട്ട് ആ ടീമിന്റെ സ്കോർ ഉയർത്തുന്നത് അവസാനത്തെ ഓവറുകളിലായിരിക്കും. ആ അവസാന ഓവറുകളിലേക്ക് നിങ്ങളും അടുത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിന്റെ മാർക്കിന്റെ ഭൂരിഭാഗവും വരാൻ പോകുന്നത് ഇനി നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ്, അതിനെ ബേസ് ചെയ്താണ്. സോ നിങ്ങൾ ഇനി എന്ത് പഠിക്കുന്നു എന്നുള്ളത് മാറ്റർ ആണ്. അതെന്ത് ചെയ്യരുത്, ആ സമയങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ അവസാനത്തെ ഓവറുകൾ റണ്ണുകൾ അടിച്ചു കൂട്ടി ഉയർന്ന മാർക്ക് മേടിക്കാൻ റെഡി ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, വേഗം ജോയിൻ ചെയ്തു. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ജോയിൻ ചെയ്യാനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഒരു ഗൂഗിൾ ഫോം തന്നിരിക്കും, അത് ഫില്ല് ചെയ്താൽ മാത്രം മതി. വേഗം ചെയ്തു. ഓക്കെ, ബൈ, ടാറ്റ.